കഴിഞ്ഞ വട്ടം സെക്കൻഡ് മേടിച്ച സ്റ്റുഡന്റിന്റെ അന്ന് പ്രോഗ്രാം കാണാൻ വന്നപ്പോ അന്ന് താത്ത വന്നില്ല, താത്ത അന്ന് പുറത്തിരുന്നു. അപ്പൊ അനിയത്തി അന്ന് താത്താന്റെ സർട്ടിഫിക്കറ്റ് പഠിക്കാൻ വന്നിട്ട് അന്ന് തന്നെ ജോയിൻ ചെയ്ത ആളാണ്. താത്ത ഗൾഫിൽ പഠിച്ച് എക്സാം എഴുതിയിരുന്നു അല്ലേ? അസ്സലാമു അലൈക്കും. പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റിൽ ഞാൻ ഈ കോഴ്സിന് ചേരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഇതുപോലെ താത്താട് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഇവിടെ നിൽക്കുമ്പോഴാണ്. അപ്പോഴാണ് ഉമ്മ പറയണത് ഈ ആളും കൂടി ചേർക്കുന്നത്. സത്യം പറഞ്ഞാൽ അപ്പോൾ വിചാരിച്ച് പെട്ടു. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉമ്മക്ക് പനിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഉമ്മ വരാഞ്ഞ്. ഉമ്മയുടെ പ്രസൻസ് ഇപ്പോൾ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും എന്ത് സക്സസ്, ഞങ്ങൾ 3 പെൺകുട്ടികളാണ് ഞങ്ങൾ. അപ്പം സൊസൈറ്റിയിൽ ഇങ്ങനെ പലരും പറയും എന്ത് പെൺകുട്ടികളല്ല, ഇപ്പോൾ താത്താനെ നേരത്തെ കല്യാണം കഴിച്ചു വിട്ടു, അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് എന്തൊരു കാര്യം വന്നാലും നോന്ന് ഇന്നേ വരെ ഇപ്പം ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു ഊർജ്ജം കൊണ്ട് ഇപ്പോൾ എവിടെ ഇറങ്ങുകയാണേലും എന്ത് കാര്യം ചെയ്യുകയാണേലും ഇപ്പോൾ ഒരു 5 സെക്കൻഡ്, ഇപ്പോൾ ലഞ്ച് ബ്രേക്കിന് ഒരു 5 സെക്കൻഡ് കിട്ടിയപ്പോൾ അപ്പോൾ പോലും ഞാൻ വിളിച്ചത് ഉമ്മാനെ. കാരണം എന്ത് കുഞ്ഞു കാര്യം ഞങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ആരുടെ ജീവിതത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ മനസ്സാലും അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ നമ്മുടെ പേരൻസാണ്. അവരേ ഉള്ളൂ, അവരില്ലെങ്കിൽ ആരുമില്ല. ആ ഒരു ഇതാണ്. ഉപ്പ പ്രവാസിയാണ്, പക്ഷേ വർഷത്തിൽ 2 മാസം ലീവിന് അല്ലെങ്കിൽ 1 മാസം ലീവിനൊക്കെ വരുന്ന ഉപ്പ എന്ന് പറഞ്ഞ ഉപ്പാനായിട്ടുള്ള ആ ബോണ്ട് കുറവാണ്. ഇഷ്ടം കുറയുണ്ട്, പക്ഷെ ഉപ്പാക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. പക്ഷേ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിന് കൂടിയിട്ട് രക്ഷിതാക്കൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ള കോഴ്സല്ല ഇത്. ഒരു മകൾ എന്ന നിലയ്ക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ അവരെ ഹാപ്പി ആക്കുക എന്നുള്ളതും എനിക്കിതിൽ നിന്ന് മനസ്സിലാവാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഞാനെടുത്ത തീരുമാനങ്ങളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ഇൻ മൈ ലൈഫ്. താങ്ക് യു ഫോർ സാർ. ആൻഡ് ഇത് എൻ്റെ മാമിയാണ്. ഫാമിലിയിലും ഭയങ്കര ചില്ലാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടി, ഞാൻ സെക്കൻഡ് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സാമിൻ്റെ ടൈമിൽ പഠിക്കാൻ അതിനൊന്നും പറ്റിയിരുന്നില്ല. എന്നിട്ട് കൂടി ഉമ്മയുടെ ഹെൽപ്പോടെ രാവിലെ വന്നാലും ഉറങ്ങാണ്ടിരുന്ന് 2 ദിവസം കൊണ്ടാണ് എക്സാമിന് വരെ പ്രിപ്പയർഡ് ആയത്. അതിന് വരെ ഭയങ്കര സപ്പോർട്ടീവായി നിന്നത് ഷാനിമാമിയാണ്. മാമിക്ക് താങ്ക്സ്. സജിന.